ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന കൂട്ടുകറിയാണ്. കൂട്ടുകറി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ കൂട്ടുകറി തയ്യാറാക്കുന്ന നോക്കിയാലോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 നേന്ത്രക്കായ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതേ അളവിൽ തന്നെ ചേനയും എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മുങ്ങാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചേനക്ക് നല്ല വേവാണ്. അപ്പോൾ കുറച്ച് സമയമെടുക്കും വെന്ത് കിട്ടാനായിട്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് കുക്കാക്കി എടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ച് പോകും. അപ്പോൾ ചേനയും കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലയാണ്. അപ്പോൾ കുറച്ച് സമയം മുന്നേ കടല സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് വേവിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകറി ചെറിയൊരു മധുരം ഉണ്ടാവും. ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇത് വറ്റി വരുന്ന സമയം കൊണ്ട് നാളികേരം ഒന്ന് റോസ്റ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. ഇനി കടുകൊന്ന് പൊട്ടി വരണം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കളറ് മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ബ്രൗൺ കളറായി വരും. അതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കരിഞ്ഞു പോവരുത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അതാ നാളികേരത്തിൻ്റെ ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ഉണക്കമുളകാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നേരത്തെ തന്നെ ഉണക്കമുളക് ചേർത്ത് കൊടുക്കരുത്, മുളക് കരിഞ്ഞു പോകും. അപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഈ കൈ വിടാണ്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ കളറെല്ലാം മാറി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇനി ഇത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കൂട്ടുകറിയാണ്. അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ 1 സ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ മിക്സാക്കി എടുക്കണം. കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യരുത്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണമെങ്കിൽ കൂട്ടുകറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും.
അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.